നമസ്കാരം. ഓട്ടോറിക്ഷ കഥയുടെ രണ്ടാം ഭാഗമാണ്. പിൻഭാഗത്തെ സസ്പെൻഷൻ ശരിയാക്കാനായി നമ്മൾ വിജയേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ചേട്ടാ, സസ്പെൻഷൻ ബുഷുകൾ മാറുക, ലീഫ് സ്പ്രിംഗ് റിപ്പയർ ചെയ്യുക എന്നീ വർക്കുകളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഷാസി ഉയർത്തി വെച്ച് പിൻചക്രങ്ങളുടെ ലോഡ് പൂർണ്ണമായും ഒഴിവാക്കിയതിന് ശേഷമാണ് ലീഫ് സെറ്റ് നമ്മൾ വരുന്നത്. സാധാരണ ലീഫ് സെറ്റ് ഊരിക്കഴിഞ്ഞാൽ അത് ബെൻഡടിക്കുന്നത് കൊല്ലന്മാരാണ്. ഇവിടെ വിജയേട്ടൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ചേട്ടാ, എത്ര കാലം ഇപ്പൊ പണി തുടങ്ങിയിട്ട്? ഏത് വയസ്സ് തുടങ്ങിയിട്ടുണ്ട്? ഞാനൊരു 3ാം ക്ലാസ്സിൽ തുടങ്ങി. ആഹാ. പിന്നെ തുടങ്ങി. ഈ ഷോപ്പ് ഇപ്പൊ എത്ര അല്ലേ ഇവിടെ? ഞാനിപ്പോ ഒരു 10 ലാംബട്ര ട്യൂണിംഗ് ഒക്കെ പണ്ട് സ്പെഷ്യലിസ്റ്റ് ഏരിയ കേട്ടിട്ടില്ലേ? ബാക്ക് എഞ്ചിന്റെ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിൾ ഷോപ്പിൽ പോയി തുടങ്ങി. സ്കൂൾ ജീവിതം കഴിഞ്ഞപ്പോൾ വർക്ക്ഷോപ്പിൽ പോയി തുടങ്ങി. വിജയേട്ടനിപ്പോൾ 68 വയസ്സാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 53 വർഷത്തെ സർവീസ് വിജയേട്ടനുണ്ട്. നമ്മുടെ ലീഫ് സെറ്റിലെ ഒരു ലീഫ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ബെൻഡ് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് വെൽഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതിൻ്റെ ബെൻഡ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ലീഫിൻ്റെ വെൽഡിംഗ് ആണ്. ഗ്യാസ് പൈപ്പ് വെൽഡിംഗ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഷബാബാണ് നമുക്ക് വേണ്ടി വെൽഡിംഗ് ചെയ്ത് തന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ലീഫ് തിരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ബുഷുകളൊക്കെ മാറി, യു ബോൾട്ടുകളൊക്കെ മാറി, ലൂബ്രിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വണ്ടിയുടെ ബുഷ് അംബാസഡർ കാറിൻ്റെയാണ്. ഇത് പണ്ട് ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നൊരു മോഡിഫിക്കേഷനാണ്. പിൻഭാഗത്തെ ഡാമ്പറുകൾ ഫിറ്റ് ചെയ്യാനായി നമുക്ക് അടുത്ത യാത്രയ്ക്കുള്ള സമയമായി. വിജയേട്ടനോട് യാത്ര പറയുകയാണ്. യുടെ ഡാമ്പറുകൾ മാർക്കറ്റിൽ ലഭ്യമല്ലാത്തതുകൊണ്ട് ബുള്ളറ്റിൻ്റെ പിൻഭാഗത്തെ സസ്പെൻഷനിൽ നിന്നും കോയിൽ സ്പ്രിംഗ് ഊരിയെടുത്ത് ഡാമ്പർ മാത്രമായി ഫിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. TVS എക്സലിൻ്റെ ഫ്രണ്ട് ഡസ്റ്റ് കവറാണ് നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. രശ്മി ഇൻഡസ്ട്രീസിൻ്റെ ഓണറായ പ്രവീണാണ് ഡാമ്പറുകൾ ഫിറ്റ് ചെയ്യാനായി ആവശ്യമുള്ള സ്റ്റീൽ ഫാബ്രിക്കേഷൻ വർക്കുകൾ ചെയ്തു തരുന്നത്. ഒറിജിനൽ ഡാമ്പറുകൾ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെ അതേ ചെരുവോട് കൂടിയിട്ടാണ് ഇതും ഫിറ്റ് ചെയ്യുന്നത്. TVSൻ്റെ ബോൾട്ടുകളാണ് ഡാമ്പറുകൾ ഫിറ്റ് ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത യാത്ര ബോഡി ഷോപ്പിലേക്കാണ്. ബോഡി ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡാഷ്ബോർഡ് ഒന്ന് വൃത്തിയാക്കണം. ബോഡി കയറി കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്ലീനിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഒരു കോട്ട് എപ്പോക്സി ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത യാത്ര ബോഡി ഷോപ്പിലേക്ക്. ബോഡിയുടെ പിൻവശത്തുള്ള എല്ലാ പീസുകളും നമ്മൾ മാറിക്കഴിഞ്ഞു. ടെയിൽ ലൈറ്റിൻ്റെ ഹോളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഫ്ലോർ ബോർഡ് നമ്മൾ മാറി. സീറ്റിൻ്റെ അടിയിൽ വരുന്ന ഒരു പോർഷൻ നമ്മൾ മാറിക്കഴിഞ്ഞു. അതിന് പിന്നിലായി പ്രധാനപ്പെട്ട 2 ബോൾട്ട് വരുന്ന ഒരു പീസുണ്ട്. അത് നമുക്ക് 16 ഗേജ് തകിടിൽ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അവിടെ ഫിറ്റ് ചെയ്യണം. 4 ബോൾട്ടിലാണ് ഈ ബോഡി നിൽക്കുന്നത്. അതിൽ 2 ബോൾട്ടും ഈ പീസിലാണ് വരുന്നത്. ആ പീസ് ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫുഡ് ബോർഡിൻ്റെ സെൻട്രലിലുള്ളൊരു പീസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് പുതിയത് ഉണ്ടാക്കിയെടുക്കുകയാണ്. വൈപ്പറിൻ്റെ ഒരു ബുഷ് റീപ്ലേസ് ചെയ്യുകയാണ് അനിലേട്ടൻ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ബോഡിയുടെ അടിവശത്ത് തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കോട്ട് എപ്പോക്സി കൊടുക്കണം. പിന്നീട് നമുക്ക് ഹാമർ ടോൺ അപ്ലൈ ചെയ്യണം. ഇത് 2 കോട്ട് ചെയ്യണം, നല്ല കട്ടിയിൽ. പണ്ടൊക്കെ ബാറ്ററി കോമ്പൗണ്ടും താറും ചൂടാക്കി മിക്സ് ചെയ്തതിന് ശേഷം ബ്രഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഹാമർ ടോൺ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ബോഡി ഷാസിയിലോട്ട് ഫിറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഗ്ലാസ് ഫ്രെയിമിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പുതു ജനറേഷൻ ഓട്ടോറിക്ഷയുടെ ബീഡിംഗ് ആണ്. ഷാസിയും ബോഡിയുമായി ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ പാക്കിംഗ് ബെൽറ്റ് വെച്ച് കഴിഞ്ഞു. അത് ടൈ ചെയ്തിട്ടുണ്ട്. ക്യാമറ പോസ്റ്റിൽ കെട്ടിവെച്ച് അടുത്ത വർക്ക്ഷോപ്പിലെ 3 പേരുടെ സഹായത്തോടെ ബോഡി നമ്മൾ ഷാസിയിലോട്ട് വെക്കുകയാണ്. സ്റ്റാൻഡ് ബൈ ആവാതെ എല്ലാം പതിഞ്ഞു കാണണേ എന്ന പ്രാർത്ഥനയോടെ ശുഭപ്രതീക്ഷയോടെ ക്യാമറ പോസ്റ്റിൽ നിന്നും എടുക്കുകയാണ്.
ഓട്ടോറിക്ഷ കഥയുടെ ഈ രണ്ടാം ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. ആരെയും മുഷിപ്പിക്കാതെ, സ്കിപ്പ് ചെയ്യാൻ അവസരം തരാതെ, ചുരുങ്ങിയ സമയം കൊണ്ട് അനേകം ദിവസത്തെ കഥകൾ കാണിക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. പെയിൻറ്റിങ്, വയറിംഗ്, അപ്പോളിസ്ട്രി വർക്കുകളുമായി അടുത്ത ഭാഗം ഉടൻ വരുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം ഭാഗം 3-ൽ. തൽക്കാലം വിടവാങ്ങുന്നു ഞാൻ, നിങ്ങളുടെ റെട്രോ നിതിൻ.